നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ, അത് ശരി. ഓട്ടോറിക്ഷയെ ഒതുക്കി സഭ കൂടി നിൽക്കുകയാണോ? അയ്യോ അല്ല, ഒരു ഓട്ടം കഴിഞ്ഞു വരുന്ന വഴിക്കാ ഇവരിവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് കണ്ടത്. അപ്പോ വണ്ടി നിർത്തി ഇവരെ ഒന്ന് ഉപദേശിക്കുമായിരുന്നു, മോഷണത്തിനൊന്നും പോകരുതെന്ന്. അതുകൊള്ളാം. എന്നിട്ട് വേലുവാസന്റെ കയ്യിൽ നിന്ന് മർമ്മത്തിന് കുത്ത് കിട്ടിയോ? ഏയ്, സാറും മാഡം മന്ദിലായിരുന്നെങ്കിലേ കുത്തിയേനെ. സാറ് എന്നാ സാറേ മലയ്ക്ക് പോകുന്നേ? ഈ ആഴ്ച തന്നെ പോകും. നേരത്തെ മാലയിട്ടിരുന്നെങ്കിൽ ഞങ്ങളും കൂടി വന്നേനെ. ഈ ഓട്ടയൊക്കെ അലങ്കരിച്ച് സെറ്റപ്പാക്കി. അല്ല, സാർ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, സ്വാമിയുണ്ടേക്കും. അയ്യോ, എന്നാ ഞങ്ങളില്ലേ? അതെന്താ, സ്വാമിയെ പേടിയാണോ? അതല്ല, സ്വാമിയണ്ണന് ഞങ്ങളെ കാണുന്നതേ ഒട്ടും ഇഷ്ടമല്ല. മുഖം കറക്കും. അതിന് നിങ്ങൾ സ്വാമിയുടെ മുഖത്ത് നോക്കുന്ന എന്തിനാ? അയ്യപ്പ സ്വാമിയെ കാണാനല്ലേ പോകുന്നേ? എന്നാലും വേണ്ട മാഡം, നിരഞ്ജൻ സാറിന് അത് ബുദ്ധിമുട്ടാവും. എന്തായി ചായക്കടയുടെ ആലോചന വിട്ടോ? ഇല്ല സാറേ, ഒരു കടമുറി പോയി കണ്ടു. 10 പേർക്ക് ഇരിക്കാം. തൽക്കാലം ബെഞ്ചും ഡെസ്കൊക്കെ പഴയത് വാങ്ങാം. പറഞ്ഞാ മതി എന്നത്തേക്കാണെന്ന്. നമുക്ക് സംഗതി ഗംഭീരമാക്കാം. അതോടെ വേലു ആശാനും ജമാലും എൻഗേജ്ഡ്. ഓ, എൻഗേജ്മെന്റ് ഒക്കെ ഒരു വരുമാനമായിട്ട് മതി മാഡം എന്നാണ് എന്റെ തീരുമാനം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. 1-2 സ്റ്റാഫുകളെ സംഘടിപ്പിക്കണം. ഞാനും ജമാലും ഒക്കെ നല്ല കുക്കാ. ജയിലില് ഞങ്ങളുടെ പാചകമൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഞങ്ങള് വിചാരിച്ച പണിക്കാരെ കിട്ടുമെന്നാ. അതെന്താ? അല്ല, ഞങ്ങളുടെ പൂർവ്വചരിത്രം അറിയാവുന്ന ആരും വരത്തില്ല സാറേ. ഇവിടെ വിജയമല്ലിക്ക് വരെ ജോലിക്കാരെ കിട്ടും. നമുക്കാവുമ്പോ ജോലിക്കാരെയും കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല. അതൊക്കെ ശരിയാക്കാം. പെട്ടെന്ന് കടമുറി കണ്ടെത്ത്. മലയിറങ്ങി വന്നിട്ട് കട ഉദ്ഘാടനം. വല്ലപ്പോഴും അക്ഷരയുടെ പാചകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. എന്റെ കൂടെ വീട്ടിലേക്ക് വരികയാണെന്ന് ഓർത്തോണേ. അയ്യോ, പറഞ്ഞത് തിരിച്ചെടുത്തേ. എന്നാ നമുക്ക് നീങ്ങാം. ശരി ശരി സാർ. ശരി. പരുന്തും കൂട്ടനും കൂടി ശബരിമലയ്ക്ക് വരേണ്ടതായിരുന്നു അല്ലേ? എന്തിനാ അക്ഷര ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? സ്വാമി നിങ്ങളുടെ കൂടെ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ പറഞ്ഞ പോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്കല്ലേ ഞാൻ പോകുന്നത്. നിന്റെ പ്രാർത്ഥന ഒപ്പമില്ലേ? പിന്നെന്താ, വാ. എടാ, ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പം തന്നെ കാര്യം നടക്കണം. അത് തന്നെയും പിന്നെയും പറയുന്നത് എന്നെ പോലീസ് സംശയിക്കാതിരിക്കാനാ. മനസ്സിലായി. കുട്ടിയെ മായാണ്ടിക്കുപ്പത്ത് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഏത് കുപ്പയിലിട്ടാലും കുഴപ്പമില്ല. നാക്ക് തിരിയാനുള്ള പ്രായമാവുമ്പോ അത് അച്ഛ, ഡാഡി, പപ്പ എന്നൊന്ന് എന്നെ വിളിച്ചോണ്ട് വരരുത്. ഇല്ല സാർ. ഇനി അവരെ കണ്ടുപിടിച്ച തന്നെ അത് വേറൊരു കുളന്തേരി. അത് ബുദ്ധിയാ. എടാ ശരവണ, നീ ശരിക്കും അറുമുഖനാടാ. അപ്പൊ DNA ടെസ്റ്റിന്റെ പണി കഴിഞ്ഞു. ആരും കണ്ടുപിടിക്കത്തൊന്നുമില്ല സാർ. ആ പൊന്നുമണിയെ അത്രയ്ക്ക് നോവിക്കാനുള്ള വൈരം എനക്കുണ്ട്. എന്റെ തല. കിട്ടിയ തല്ലിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആവലാതിപ്പെടാതെ 10ന് 100 തിരിച്ചു കൊടുക്കാൻ നോക്കൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എങ്ങാനും പിടിക്കപ്പെട്ട കബനി പോലീസിനോട് പറയേണ്ട എന്താ? എന്താ സാറേ? കുട്ടിയെ തട്ടിയെടുക്കാൻ പറഞ്ഞത് ഡോക്ടർ നിരഞ്ജനും ദേവികയും പൊന്നുമണിയും ചേർന്ന എന്നെ ശരവണനെയും കൊടുക്കാനായി. മനസ്സിലായോ? മനസ്സിലായി. അല്ല, പോലീസ് പിടിച്ചാ ഞാൻ ജയിലിൽ പോണ്ടേ? എന്ന് വെച്ചാ ജയിലിൽ കിടക്കാത്ത വനിതാരത്നമല്ലേ. ഞാൻ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിക്കോളാം. ശരി സാർ, എനക്ക് വിശ്വാസാ. സാമ്പ്രാണിക്കൊടിയിലെ കെട്ടുന്നവരുടെ അന്ന് പകല് തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. വണ്ടി, വള്ളം തുടങ്ങിയ എല്ലാ അറേഞ്ച്മെന്റ്സും ശരവണം ചെയ്തു കൊടുക്കും. കാശ് ഞാനിട്ടേക്കാം.
എന്റെ വേലു ആശാനെ, ആ കടമുറി ധാരാളം. നിങ്ങൾ ആ ടോക്കൺ അങ്ങ് കൊടുക്ക്. ഹ, പേരൊക്കെ നമുക്ക് നിരഞ്ജൻ സാറുമായിട്ട് ചേർന്ന് തീരുമാനിക്കാം. നമ്മൾ ഇന്ന് സാറിന്റെ കെട്ടുനിറക്കി സാമ്പ്രാണിക്കുടിക്ക് പോവുമല്ലേ, അവിടെ വെച്ച് കാണാം. ശരി, വെക്കേ. ഓ, ഒരു ഓട്ടമാണല്ലോ. ഈശ്വരാ, ലോങ് ഓട്ടമായിരിക്കണേ. ഹലോ, എവിടേക്കാ ചേച്ചി? പാളയം മ്യൂസിയം. വെയിറ്റിംഗ് ഉണ്ടോ? പോകുന്ന വഴിക്ക് ഒരു 5 മിനിറ്റ്. കുഴപ്പമുണ്ടോ? 5 മിനിറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് നേരം എടുക്കാതിരുന്നാൽ മതി. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചോണ്ട് പോയി. ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞു. തിരിച്ചു വന്നത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ്. ഓട്ടയും ഞാനും പോസ്റ്റ്. അതൊന്നും അല്ല കോമഡി. തിരിച്ചു വന്നപ്പോ എനിക്ക് ആളെ തിരിച്ചറിയാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കേണ്ടി വന്നു. അമ്മാതിരി മാറ്റം. ശരി, പോ. അല്ല ചേച്ചി, ബ്യൂട്ടി പാർലറിലേക്കാണോ? മുഖം മിനുക്കാനേ. മുഖം മിനുക്കലല്ല പരുന്തേ, എന്റെ പണിയും രീതിയും. ഇടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റല. പരുന്ത് പപ്പൻ. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇറങ്ങടാ. ചേച്ചിക്ക് അല്ല, മേഡത്തിന് എന്നെ എങ്ങനെ അറിയാം? പണി പോലീസിലല്ലേ പരുന്തേ? അപ്പൊ പിന്നെ കാക്ക, പൂച്ച, കൊക്കരക്കോഴി, ഒട്ടകം, ആന, മയില് എല്ലാത്തിനും അറിയാം. ഇതൊരു സിനിമാ പാട്ടല്ലേ? കാക്ക, പൂച്ച, കൊക്കരക്കോഴി. തൽക്കാലം ഞാൻ പറയുന്ന പാട്ട് നീ പാടിയാ മതി. ഓ, എവിടെടാ നിന്റെ കൂട്ടുകള്ളന്മാര്, ജമാലും വേലും? ഞങ്ങളിപ്പോ കള്ളന്മാരല്ല മേഡം. ഓ, വിശുദ്ധന്മാരായോ? മൊത്തത്തിലായിട്ടില്ല, ഒരു 60% ബാക്കി 40% ഞാനാക്കി തരാം. ഡോക്ടർ സുനിത മർഡർ കേസ് അന്വേഷിക്കാൻ പുതിയ ടീം വന്നത് നീ അറിഞ്ഞായിരുന്നോ? ഏതോ ഒരു മർദ്ദയുടെ നേതൃത്വത്തില് ഒരു ടീം വരുന്നു കേട്ടു. ആ മർദ്ദയണ്ട ഞാൻ. അയ്യോ, കണ്ടാ പറയത്തില്ല കേട്ടോ. മേഡത്തിനൊരു സിനിമാ നടി ലുക്കാണ്. പരുന്ത് പപ്പ, ഒരുപാടങ്ങ് ചിറക് വിരിക്കല്ലേ. മേഡം എന്ത് കാര്യത്തിനാ എന്നെ കുത്തിപ്പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? എനിക്ക് സുനിത ഡോക്ടറെ അറിയത്തില്ല. നിനക്ക് നിരഞ്ജൻ ഡോക്ടറെ അറിയാലോ? അറിയാം, ഞങ്ങൾ ജയിൽ മേറ്റ്സ് ആയിരുന്നു. ജയിൽ മേറ്റ്സ്? അയാളെ ജയിലിൽ ചാടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചത് നീയല്ലേ? പരുന്ത് പപ്പ, ഒരുപാടങ്ങ് ചിറക് വിരിക്കല്ലേ. മേഡം എന്ത് കാര്യത്തിനാ എന്നെ കുത്തിപ്പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? എനിക്ക് സുനിത ഡോക്ടറെ അറിയത്തില്ല. നിനക്ക് നിരഞ്ജൻ ഡോക്ടറെ അറിയാലോ? അറിയാം, ഞങ്ങൾ ജയിൽ മേറ്റ്സ് ആയിരുന്നു. ജയിൽ മേറ്റ്സ്? അയാളെ ജയിലിൽ ചാടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചത് നീയല്ലേ? അതിനുള്ള ഉപഹാരമല്ലേ ഈ ഓട്ടോറിക്ഷ? അയ്യോ, അതിനുള്ള പലഹാരം അല്ല, ഉപഹാരമല്ല ഈ ഓട്ടോ. ഞാൻ നേരായ മാർഗത്തിൽ ജീവിക്കാനായിട്ട് തന്നതാ. അപ്പൊ നീ നിരഞ്ജൻ ഡോക്ടറുടെ ഒളിവ് സമയത്ത് കൂടെ ഇല്ലായിരുന്നോ? ഇല്ല,